So students, we are moving to our question number 6. Question പറയുന്നത് ഇങ്ങനെയാണ്. If AB is the midpoint of the line segment joining the points A 10 minus 6 and B K4 and A minus 2B is equal to 18, then find the value of K. Okay. So in the question, you are provided with 2 points there. Okay. A 10 minus 6, B K4 and നമ്മളോട് midpoint AB ആണെന്നുണ്ടെങ്കിൽ കെയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. ആൻഡ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഒരു ഇക്വേഷനും അവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഈ ഒരൊറ്റ ഇക്വേഷൻ മാത്രം വെച്ചിട്ട് നമുക്ക് എയുടെയും ബിയുടെയും വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതിൽ നിന്നും കെയുടേതും കിട്ടാൻ പോകുന്നില്ല. സോ ഇവിടെ മറ്റെന്തോ ഒരു ക്ലൂ ഉണ്ടല്ലേ? എന്താ പറയുന്നത്? എ ആൻഡ് ബി എന്ന് പറയുന്ന രണ്ട് കോർഡിനേറ്റ്സ്, ഓക്കെ, രണ്ട് പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈൻ സെഗ്മെന്റ് മിഡ് പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ആണ് എ ബി. അങ്ങനെയാണെങ്കിൽ കോർഡിനേറ്റ് ജോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിലെ മിഡ് പോയിന്റ് ഫോം if x1 y1 and x2 y2 are the end points of a point of the line segment, then the midpoint of that line segment is given by the equation x1 plus x2 divided by 2 y1 plus y2 divided by 2. അതേ കാര്യം നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് എ ബി എന്ന് പറയുന്ന കോർഡിനേറ്റ്സ് വരുന്ന മിഡ് പോയിന്റ് ആയിട്ട് വരുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റും x1 plus x2, that is 10 plus k divided by 2. Okay, next comma y1 plus y2 by 2 minus 6. Okay, minus 6 plus 4, minus 6 plus 4 divided by 2. So I can write a is equal to 10 plus k by 2. Okay, 10 plus k by 2 and b is equal to minus x plus 4 which is equal to minus 2 divided by 2 which is equal to minus 1. അപ്പോൾ എനിക്ക് ഇതിൽ നിന്നും കിട്ടിയ ഒരു പ്രോഗ്രസ് എന്ന് പറയുന്നത് എ ആൻഡ് ബി എന്ന് പറയുന്ന രണ്ട് കോർഡിനേറ്റ്സിൽ ഒരാളുടെ ന്യൂമറിക്കൽ വാല്യൂ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കിട്ടി ആൻഡ് അനദർ ഈസ് മിസ്സിംഗ്. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യുക? ബട്ട് നമുക്ക് ഇതൊന്നുമായിട്ട് ബന്ധമില്ലാത്ത രീതിയിൽ ഈ രണ്ട് കോർഡിനേറ്റ്സിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. എ മൈനസ് 2b is equal to 18. അങ്ങനെയാണെങ്കിൽ അതിൽ നമുക്കിപ്പോൾ കിട്ടിയ എയുടെയും ബിയുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇൻ ടേംസ് ഓഫ് കെയിൽ മറ്റൊരു ഇക്വേഷൻ കിട്ടും. അതിനെ സോൾവ് ചെയ്താൽ വി ഗെറ്റ് ദ ന്യൂമറിക്കൽ വാല്യൂ ഓഫ് കെ, റൈറ്റ്? സോ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എ, ഓക്കെ, ഇക്വേഷൻ നമ്പർ 1 എന്നുള്ള രീതിയിൽ കൊടുക്കുന്നു. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ വാല്യൂസ് ഓഫ് എ ആൻഡ് ബി ഇൻ ഇക്വേഷൻ നമ്പർ 1, ഐ വിൽ ഗെറ്റ് 10 plus k divided by 2 minus 2 into minus 1. Okay, 2 into minus 1 is equal to 18. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഞാൻ എഴുതിയാണ് 10 by 2 is equal to 5 plus k when divided by 2 we get k by 2 minus 2 into minus 1 is equal to minus 2. Minus of minus 2 will become plus 2 which is equal to 18. Okay, so 5 plus 2 is equal to 7. That is k by 2 plus 7 is equal to 18. That means k by 2 is equal to 18 minus 7 which is equal to 11, which implies k is equal to 11 into 2, that is 22. That is the numerical value of k is 22 and it's our second option, option B, 22. So students, we are moving to our question number 7. Question പറയുന്നത് എങ്ങനെയാണ്? Triangle ABC with vertices A minus 2 0, B 0 2 and C 2 0 is similar to triangle DEF, okay, with vertices D minus 4 0, E 0 4 and F 4 0. Okay, ഇത്രേ തന്നിട്ടുള്ളൂ and നമുക്ക് തന്നിട്ടുള്ള options are true, false, can't say and maybe. Okay, that is we have to check whether the given statement is true or false. Okay, എന്നുള്ളത് രീതിയിലാണ് നമ്മൾ ഈ ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യം രണ്ട് ട്രയാങ്കിൾസ് എന്താണ് സിമിലർ ആണെന്നുണ്ടെങ്കിൽ അവര് certain ക്രൈറ്റീരിയൻസ് ഫോളോ ചെയ്യും. ബട്ട് നമുക്കിവിടെ തന്നിട്ടുള്ളത് വെർട്ടിസസ് ആണ്. വെർട്ടിസസിന്റെ ബേസിസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ട്രയാങ്കിൾസിന്റെ സൈഡ്സുകൾ കണ്ടുപിടിക്കാമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ സൈഡ്സിന്റെ പ്രൊപ്പോർഷണാലിറ്റി വെച്ചിട്ടാണ് നമ്മളിത് തെളിയിക്കാൻ പോകുന്നത്. ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഇഫ് ടു triangles are similar then we can say that the sides are proportional. Okay, അങ്ങനെയാണെങ്കിൽ ആ രീതിയിൽ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. First we have to find the side length of triangle ABC, that is AB കണ്ടുപിടിക്കണം.
നെക്സ്റ്റ് ഇസ് ബി സി വേണം, നെക്സ്റ്റ് ഇസ് എ സി വേണം. ഓക്കെ, ഈസ് ഈക്വൽ ടു ഓക്കെ. സോ എ ബി എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് ബൈ ഡിസ്റ്റൻസ് ഫോർമുല x1 minus x2 the whole square plus y1 minus y2 the whole square, that is ab minus 2 0, that is minus 2 into square plus 0 minus 2 which is also minus 2 into square, which is equal to എനിക്ക് പറയാൻ പറ്റും 4 plus 4 എന്നുള്ള രീതിയിലാണ് വരിക, that is root of 8, that is 2 root 2. Okay, 2 root 2 units അവിടെ നിൽക്കട്ടെ. നെക്സ്റ്റ് ഇസ് ബി സി. ബി സിയുടെ വാല്യൂ എന്ന് പറയുമ്പോൾ ഓക്കെ ഇതേപോലെ തന്നെ ഞാൻ എടുക്കുമ്പോൾ 0 minus 0 that minus 2, that is minus 2 into square plus 2 minus 0 2 into square, which is also നമുക്ക് പറയാൻ പറ്റും 2 into square is 4, 2 into square is 4, 4 plus 4 is equal to root of 8, which is equal to 2 root 2 units എന്ന് പറയാം. നെക്സ്റ്റ് ഇസ് എ സി. എ സി is equal to minus 2 0 and 0 0 എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ നോക്കുക minus 2 root of minus 2 which is equal to minus 4 the square. Okay, minus 4 the whole square എന്നുള്ള രീതിയിലാണ് വരുന്നത്, which is equal to എനിക്കതിനെ 4 units എന്ന് പറയാൻ പറ്റും. Okay, so എനിക്ക് എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിളിന്റെ സൈഡ്സ് എല്ലാം കിട്ടി. നെക്സ്റ്റ് ചെക്ക് വെദർ the triangles the side length of the triangle DEF. Okay, so എനിക്ക് ഏതൊക്കെ വേണം? DE വേണം, EF വേണം, പിന്നെ DF വേണം, is equal to ഈ രീതിയിൽ ഞാൻ എടുക്കുമ്പോൾ ഓക്കെ DE minus 4 minus 0, that is റൂട്ടിന്റെ അകത്താണ്, minus 4 minus 0 which is equal to minus 4 into square plus 0 minus 4 which is also minus 4 into square എന്നുള്ള രീതിയിലാണ്, which is equal to എനിക്ക് ഇതിനെ 2 into 4 square എന്നുള്ള രീതിയിൽ വിളിക്കാം, that is 2 പുറത്ത് എടുക്കാൻ പറ്റില്ല, root 2 അതേപോലെ 4 പുറത്ത് വരും, that is 4 root 2 units. Okay, 4 root 2 units ആണ് വരിക. നെക്സ്റ്റ് is EF. EF എന്ന് പറയുമ്പോൾ 0 minus 4 root of minus 4 into square plus 4 minus 0, that is 4 square എന്നുള്ള രീതിയിൽ വരും, which is also 4 root 2 units എന്നുള്ള രീതിയിലാണ് വരിക. നെക്സ്റ്റ് is DF. DF ന്റെ വരുമ്പോൾ minus 4 which is equal to minus 8 into square. minus 8 into square എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് ഓക്കെ minus 8 into square, that is 8 ആണ് നമുക്ക് ഇവിടെ വരിക, 8 units എന്നുള്ള രീതിയിലാണ് വരിക. സോ ഞാൻ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും തന്നിട്ടുള്ള രീതി. ഓക്കെ, എ ബി ഡി ഇ. ഓക്കെ, എ ബി ഡിവൈഡഡ് ബൈ ഡി ഇ ഈസ് ഈക്വൽ ടു എനിക്ക് കിട്ടുന്നത് 2 root 2 divided by 4 root 2 എന്നുള്ള രീതിയിലാണ് കിട്ടുക. root 2 and root 2 cancel each other, 2 by 4 which is equal to 1 by 2. Okay, അതവിടെ നിൽക്കട്ടെ. നെക്സ്റ്റ് ബി സി ഇ എഫ്. ബി സി ഡിവൈഡഡ് ബൈ ഇ എഫ് ചെയ്ത് നോക്കുക. എനിക്ക് ഇതേപോലെ തന്നെ 2 root 2 divided by 4 root 2 എന്നാണ് വരിക. root 2 and root 2 cancel each other, 2 by 4 is also 1 by 2. Okay, next is AC. AC divided by DF നോക്കുക, which is equal to എനിക്ക് കിട്ടുന്നത് 4 by 8 എന്നാണ്, which is also 1 by 2. So I got AB divided by DE is equal to BC divided by EF is equal to AC divided by DF. What is the meaning of this? This means that the sides of the triangle ABC, that is AB, BC and AC are proportional to the sides of the triangle DEF, that is DE, EF and DF respectively. So we can say that these two triangles are similar to each other and the statement given in our question is true, and it's our first option A, true. So students, we are moving to our 8th question. Question പറയുന്നത് എങ്ങനെയാണ്? A line intersects the y-axis and x-axis at points P and Q respectively. So നമുക്കറിയാം ഇതാണ് y-axis, ഇതാണ് x-axis. Okay, അപ്പോൾ y-axisനെ ഒരു ലൈൻ സെഗ്മെന്റ് y-axisൽ കൂട്ടിമുട്ടുന്നുണ്ട് and x-axisൽ കൂട്ടിമുട്ടുന്നുണ്ട്. y-axisൽ കൂട്ടിമുട്ടുന്ന പോയിന്റ് P, x-axisൽ കൂട്ടിമുട്ടുന്ന പോയിന്റ് is Q. And next is if 2 minus 5 is the midpoint of PQ. ഈ PQ എന്ന് പറഞ്ഞ ലൈൻ സെഗ്മെന്റിന്റെ മിഡ് പോയിന്റ് ആണ് 2 minus 5 എങ്കിൽ, okay, 2 minus 5 എങ്കിൽ what are the coordinates? Then the coordinates of P and Q are dash. Okay, and you are provided with 4 options there. Okay, അപ്പോൾ നമുക്ക് ഈ P ന്റെയും Q ന്റെയും coordinates ആണ് കണ്ടുപിടിക്കേണ്ടത്. You can use so many ideas in this. Okay, but ഇതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളതെന്ന് പറയുന്നത് ഇപ്പോൾ
കോർഡിനേറ്റ് ജോമെട്രിയിൽ തന്നെ നമുക്ക് ഡിസ്റ്റൻസ് ഫോർമുല അറിയാം. ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ട് ആദ്യം ഒരു എക്സ് ആക്സിലും വൈ ആക്സിലും വരുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സിന്റെ ജനറൽ ഫോം നമുക്കറിയാം. എക്സ് ആക്സിസിൽ വരുന്ന പോയിന്റിന്റെ കോർഡിനേറ്റിന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? എക്സ് 0, ബിക്കോസ് എക്സ് ആക്സിസിൽ വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. അതേപോലെ വൈ ആക്സിസിൽ നമുക്ക് 0 വൈ ഈ രീതിയിലായിരിക്കും ജനറൽ ഫോം വരുന്നത്. അപ്പോൾ ഇങ്ങനെ കാണുമ്പോഴത്തേക്കും ഡിസ്റ്റൻസ് ഫോർമുലയാണ് മനസ്സിൽ വരുന്ന ഒരു കുട്ടി എം മിഡ് പോയിന്റ് ആയതുകൊണ്ട് പി എം ഈസ് ഈക്വൽ ടു ക്യു എം എന്നുള്ള രീതിയിൽ ഇക്വേറ്റ് ചെയ്തു പോയാൽ നമുക്ക് എക്സ് രണ്ട് സൈഡിലും, ഒരു സൈഡിൽ എക്സിനും ഒരു സൈഡിലും വൈയുടെ ടേംസ് ആയിരിക്കും വരിക. എക്സ് സ്ക്വയർ വൈ സ്ക്വയറിന്റെ ടേംസ് അങ്ങനെ വരും. ഓക്കെ, അപ്പൊ അവിടെ നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ബട്ട് നമുക്ക് മറ്റൊരു ഓപ്ഷൻ ഉണ്ട് അല്ലേ? എന്താണ് ഓപ്ഷൻ? മിഡ് പോയിന്റ് ഫോം. ഓക്കെ, കോർഡിനേറ്റ് ജോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ മിഡ് പോയിന്റ് ഫോം എന്ന് പറയുന്ന കാര്യം പഠിക്കുന്നുണ്ട്. സിൻസ് വി ആർ പ്രൊവൈഡഡ് വിത്ത് ദ മിഡ് പോയിന്റ് ഓഫ് ദ ലൈൻ സെഗ്മെന്റ്, ഓക്കെ, നമുക്ക് അതിന്റെ രണ്ട് എൻഡ് പോയിന്റ്സ് അറിയാം. എങ്ങനെ അറിയാം? ഇൻ ദർ ജനറൽ ഫോം. ഓക്കെ, അവരുടെ ജനറൽ ഫോമിൽ അറിയാമെങ്കിൽ, അവരുടെ മിഡ് പോയിന്റ് നമുക്ക് ന്യൂമറിക്കൽ വാല്യൂസിൽ അറിയാമെങ്കിൽ, യു ക്യാൻ കാൽക്കുലേറ്റ് ദാറ്റ് ബൈ യൂസിംഗ് മിഡ് പോയിന്റ് ഫോർമുല. ദാറ്റ് ഈസ് if x1 y1 and x2 y2 are the end points of a line segment, then the midpoint of the line segment joining these 2 points is given by x1 plus x2 divided by 2, y1 plus y2 divided by 2, right? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദാ ഇവിടെ നോക്കിക്കേ, ഇവിടുത്തെ എൻ്റെ x1 y1 എന്ന് പറയുന്നത് ഓക്കെ p0y and x2 y2 എന്ന് പറയുന്നത് q(x0) ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ മിഡ് പോയിന്റ് എന്ന് പറയുന്നത് എനിക്ക് തന്നിട്ടുള്ള 2 - 5 ആണ്. അപ്പൊ ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു? ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് x1 ന് പകരം 0 പ്ലസ് x2 ന് പകരം x കൊടുക്കുന്നു ഡിവൈഡഡ് ബൈ 2. y1 ന് പകരം y ആണ് കൊടുക്കുക പ്ലസ് y2 ന് പകരം 0 ഡിവൈഡഡ് ബൈ 2 എന്നുള്ള രീതിയിലാണ് കൊടുക്കുന്നത്. സോ എനിക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? ഈസ് ഈക്വൽ ടു x/2 y/2. എനിക്ക് പറഞ്ഞൂടെ ഈ രണ്ട് കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് ഇവർക്ക് ഈക്വൽ ആണെന്നുള്ളത്. ദാറ്റ് മീൻസ് രണ്ട് കോർഡിനേറ്റ്സ് ഈക്വൽ ആണെന്ന് പറയാൻ അതിന്റെ അർത്ഥം എക്സ് കോർഡിനേറ്റ്സ് ആർ ഈക്വൽ ആൻഡ് വൈ കോർഡിനേറ്റ്സ് കറസ്പോണ്ടിങ് എക്സ് കോർഡിനേറ്റ്സ് ആൻഡ് കറസ്പോണ്ടിങ് y coordinates are equal. That means 2 is equal to x/2, which implies x is equal to 4. Okay, idepole -5 is equal to y/2 implies y is equal to -5 into 2, that is equal to -10. Okay, so നമുക്ക് p ന്റെയും q ന്റെയും കോർഡിനേറ്റ്സ് ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ p യുടെ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ 0y എന്ന് പറയുന്നത് എനിക്ക് മാറ്റി എഴുതാം 0 - 10. ഓക്കെ, അത് നമ്മൾ നല്ല രീതിയിൽ നോക്കി വേണം എഴുതാൻ. ബിക്കോസ് 4 ഓപ്ഷൻസ് ഉണ്ട്, പല പല കോർഡിനേറ്റ്സ് ആണ് വരുന്നത്. സോ നമുക്ക് തെറ്റാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. ഓക്കെ, ഇവിടെ കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്യുക. x0 that is 4 0. So the coordinates of p and q are 0, -10 and 4 0 respectively, and it's our option number D. Okay, 0 -10 and 4 0. Okay, so students, we are moving to our question number 9. Question പറയുന്നത് എങ്ങനെയാണ്? The fourth vertex D of a parallelogram ABCD whose 3 vertices are A -2 3, B 6 7, C 8 3 is dash, and you are provided with 4 options there. Okay, അപ്പോൾ parallelogram ആണ്. We know different properties of parallelogram, and നിങ്ങൾക്ക് കോർഡിനേറ്റ്സ് തന്നിരുന്നാൽ അതിനെ നമുക്ക് എടുക്കേണ്ട രീതികളിൽ പല മെത്തേഡ്സ് യൂസ് ചെയ്യാം അല്ലെ? ഡിസ്റ്റൻസ് ഫോർമുല അങ്ങനെയുള്ള പല കാര്യങ്ങൾ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ആൻസർ കിട്ടുന്നത് വേണം യൂസ് ചെയ്യാനായിട്ട്. നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഐഡിയ തന്നെ യൂസ് ചെയ്ത് ബട്ട് കൺഫ്യൂസ്ഡ് ആയി പോകുന്ന രീതിയിലുള്ള ഒരു ഓപ്ഷനിലേക്ക് എത്തി നിൽക്കാൻ പാടില്ല. സോ യൂസ് ദ ബെസ്റ്റ് കൺവീനിയൻറ്റ് മോസ്റ്റ് കൺവീനിയൻറ്റ് വേ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എനിക്കറിയാം ഓക്കെ പാരലോഗ്രാം ആണ്, അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആൻഡ് പാരലൽ ആണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എ ബി ഈസ് ഈക്വൽ ടു സി ഡി എന്ന് പറയാൻ പറ്റും. അതേപോലെ തന്നെ എ ഡി ഈസ് ഈക്വൽ ടു ബി സി എന്ന് പറയാൻ പറ്റും. ഈ രീതിയിൽ ഇക്വേറ്റ് ചെയ്താലും എനിക്ക് ആൻസർ കിട്ടാം. ബട്ട് എക്സ് സ്ക്വയർ വൈ സ്ക്വയറിന്റെ ടേംസ് ഒക്കെ വരും. ഓക്കെ, സോ യു വിൽ ഗെറ്റ് കൺഫ്യൂസ്ഡ്. എക്സ് ആൻഡ് വൈ എന്നാണ് ഞാൻ ഡി എന്ന് പറയുന്ന വെർട്ടെക്സിനെ ജനറലി വിളിക്കുന്നത്. സോ ഐ എം യൂസിങ് അനദർ ഐഡിയ ഓഫ് എ പാരലോഗ്രാം. ഓക്കെ, another property of a parallelogram. What is the property of the diagonals of a parallelogram? ഒരു പാരലോഗ്രാമിന്റെ ഡയഗണൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന പ്രോപ്പർട്ടി ആണ്
എന്തെന്ന് പറയുന്നത് the diagonals of a parallelogram bisects each other. Okay, bisects each other means ഇവർ തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് ആ രണ്ട് ഡയഗണൽസിന്റെയും എന്തായിരിക്കും മിഡ് പോയിന്റ് ആയിരിക്കും. അതായത് ആ രണ്ട് ഡയഗണൽസിനെ കറക്റ്റ് രണ്ട് ഈക്വൽ ആയിട്ടുള്ള ലെങ്ത് വരുന്ന പാർട്സ് ആക്കി ലൈൻ സെഗ്മെന്റ്സ് ആക്കി ഡിവൈഡ് ചെയ്യുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ദാറ്റ് മീൻസ് എനിക്ക് പറയാൻ പറ്റും ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ പോയിന്റിനെ എം എന്ന് വിളിക്കാൻ. ഈ എം എന്ന് പറയുന്ന പോയിന്റ് ഒരേ സമയം എ സിയുടെ മിഡ് പോയിന്റ് ആണ്. ഓക്കെ, എ സിയുടെ മിഡ് പോയിന്റ് ആണ്. അതേപോലെ തന്നെ എം എന്ന് പറയുന്ന പോയിന്റ് ആരുടെ ബി ഡിയുടെയും മിഡ് പോയിന്റ് ആണ്. ഓക്കെ, ബി ഡിയുടെയും മിഡ് പോയിന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്കിപ്പോ എ സി എന്ന് പറയുന്ന രണ്ട് വെർട്ടെക്സ് എയും സിയും അവരുടെ രണ്ടുപേരുടെ ന്യൂമറിക്കൽ വാല്യൂസ് ഉണ്ട്. സോ ഐ എം ഗോയിങ് ടു കാൽക്കുലേറ്റ് ദ മിഡ് പോയിന്റ് ഓഫ് ദാറ്റ്. Okay, using which formula? Midpoint formula, that is x1 plus x2 by 2, y1 plus y2 by 2. That is minus 2 plus 8 divided by 2 and 3 plus 3 divided by 2. Okay, അപ്പോൾ എനിക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? minus 2 plus 8 divided by 2 which is equal to plus 6 by 2 and this is also plus 6 by 2. That is എനിക്ക് കിട്ടുന്നു 3. That is ഈ ഒരു മിഡ് പോയിന്റ് എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് വന്നിട്ടുള്ളത്? 3 എന്നാണ് വന്നിട്ടുള്ളത്. ഇതിനെ എനിക്ക് മറ്റൊരു രീതിയിൽ എ സിയുടെ മിഡ് പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്തപ്പോൾ എനിക്ക് 3 നേടി. അങ്ങനെയാണെങ്കിൽ ഞാൻ ബി ഡിയുടെ മിഡ് പോയിന്റ് ആയിട്ടൊന്ന് കൺസിഡർ ചെയ്ത് നോക്കിയാണ്. ദാറ്റ് ഈസ് x1 plus x2 by 2, that is x plus 6 by 2 and y plus 7 by 2 എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാണ്. ഇത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? നമ്മൾ ഇപ്പോൾ എടുത്ത 3 ഈക്വൽ ആയിരിക്കും. വൈ? ബിക്കോസ് ഈ എം എന്ന് പറയുന്ന പോയിന്റ് എ സിയുടെയും ബി ഡിയുടെയും മിഡ് പോയിന്റ് ആണ്. അക്കോർഡിംഗ് ടു വൺ ഓഫ് ദ പ്രോപ്പർട്ടി ഓഫ് പാരലോഗ്രാം, ദാറ്റ് ഇസ് ദ diagonals of a parallelogram bisects each other. Okay, so m is the common point of that two diagonals and it is the midpoint of that two diagonals. Okay, it's a common point there. X plus 6 by 2 is equal to 3. Y plus 7 by 2 is equal to 3. Okay, I'm going to equate that. That is x plus 6 by 2 is equal to 3 and y plus 7 by 2 is equal to 3, which means x plus 6 is equal to 6 and y plus 7 is equal to 6. That is, meaning is this: x is equal to 6 minus 6 is equal to 0 and y is equal to 6 minus 7 which is equal to minus 1. So എനിക്ക് പറയാൻ പറ്റും എൻ്റെ ഈ ഒരു പാരലോഗ്രാമിന്റെ വെർട്ടെക്സിന്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നതാണ് 0 and minus 1. Okay, so and that is our option number B. Okay, option B there. Okay. So students, we are moving to our 10th question. Question പറയുന്നത് എങ്ങനെയാണ്? If P 9a minus 2, minus b divides the line segment joining A 3a plus 1 minus 3 and B 8a 5 into ratio 3:1, then what are the values of A and B? And you are provided with 4 options there. Okay, അപ്പോൾ എനിക്ക് A യുടെയും B യുടെയും വാല്യൂസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഞാൻ കോർഡിനേറ്റ് ജോമെട്രി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ രണ്ട് പോയിന്റ്സിനെ തമ്മിൽ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ഒരു ലൈൻ സെഗ്മെന്റ്, ആ ലൈൻ സെഗ്മെന്റിനെ ഒരു പ്രത്യേക റേഷ്യോയിൽ കട്ട് ചെയ്യുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുണ്ട്. യൂസിങ് വിച്ച് ഫോർമുല? സെക്ഷൻ ഫോർമുല. ഓക്കെ, സെക്ഷൻ ഫോർമുല, വെരി വെരി ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ഫോർമുല. എനിക്ക് പറയാൻ പറ്റും if x1 y1 and x2 y2 are the end points of a line segment, then I can calculate the coordinates of the point P. Okay, P xy, which cuts the line segment internally in the ratio m is to n by using the formula mx2 plus nx1 divided by m plus n and my2 plus ny1 divided by m plus n, right? അങ്ങനെയാണെങ്കിൽ അത് ഞാൻ ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുന്നു. അങ്ങനെ അപ്ലൈ ചെയ്താൽ എനിക്ക് എ യുടെയും ബി യുടെയും വാല്യൂസ് കിട്ടുമോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയാണ്. നമുക്കിവിടെ റേഷ്യോ ഉണ്ട്. ദാറ്റ് ഈസ് ഞാൻ ഈ രീതിയിൽ കൺസിഡർ ചെയ്യുമ്പോൾ എനിക്ക് ആ റേഷ്യോയുടെ ഡിനോമിനേറ്ററിൽ രണ്ടിലും 4 ആണ് വരിക. ഓക്കെ, 4 അവിടെ നിൽക്കട്ടെ, പറയാം. 3a mx2, that is 3 into x2. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ ഒന്ന് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. ദിസ് ഈസ് x1 y1 and this is x2 y2 എന്നുള്ള രീതിയിൽ ഞാൻ കൺസിഡർ ചെയ്താൽ mx2, that is 3 into 8a എന്നുള്ള രീതിയിലാണ് വരുന്നത്, which is equal to 24a. Okay,
plus nx1, that is 1 into x1, which is equal to 3a plus 1 itself. അങ്ങനെയാണെങ്കിൽ രണ്ടാമത് my2, that is 3 into y2 is equal to 5, that is 15, okay, plus ny1, that is 1 into minus 3, 1 into minus 3 is equal to minus 3, so എനിക്കിവിടെ minus 3 ആണ് വരിക. Okay, അപ്പോൾ എനിക്ക് കിട്ടുന്നത് എങ്ങനെയാണ് 24a plus 3a, which is equal to 27a. 27a plus 1 divided by 4, 15 minus 3 is equal to 12, 12 and divided by 4 we get 3. Okay, ഇത് എന്തിനോട് ഈക്വൽ ആയിരിക്കും എന്നാണ് നമ്മൾ പഠിക്കുക. എന്തിനോടാണ് ഈക്വൽ? ഈ പോയിന്റിനോട് ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് എനിക്ക് പറയാൻ പറ്റും 9a minus 2 minus b ഇതിന് ഈക്വൽ ആണ് എന്നാണ് എനിക്ക് പറയാൻ പറ്റുക. അങ്ങനെയാണെങ്കിൽ സ്പെസിഫൈ എനിക്ക് ഇതിൽ നിന്നും പറയാൻ പറ്റും ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു what? minus 3 എന്ന് പറയാൻ പറ്റും. because 3 is equal to minus b ആണെങ്കിൽ b is equal to minus 3. next ഞാൻ രണ്ടാമത്തെ ആളിനെ നോക്കുന്നു. that is എനിക്ക് പറയാം മറ്റൊരു രീതിയിൽ പറയാൻ പറ്റും 27a plus 1 divided by 4 is equal to 9a minus 2. okay, ഇതിൽ നിന്നും ഞാൻ ഇതിനെ ഈ സൈഡിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ 27a plus 1 is equal to 36a. okay, 36a minus 8 എന്നുള്ള രീതിയിലാണ് വരിക. എനിക്ക് ഇപ്പോൾ എയുടെ ടേംസ് ഉള്ള ഇക്വേഷൻ ആയിട്ട് മാറി. സോ എയുടെ ആൾക്കാരെ ഒരു സൈഡിലേക്കും ബാക്കി ന്യൂമറിക്കൽ വാല്യൂസിനെ അതർ സൈഡിലേക്കും കൊണ്ടുപോകുന്നു. അപ്പോൾ ഞാൻ 36 ഇങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ എനിക്ക് കിട്ടുന്നത് എങ്ങനെയാണ് 36a minus 27a. okay, 36a minus 27a is equal to 9 എന്നുള്ള രീതിയിലാണ് കിട്ടുന്നത്. 36ൽ നിന്നും 9 പോകുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് 9 തന്നെയാണ്. ഓക്കെ, അപ്പൊ 9a is equal to 9 which is equal to a is equal to 1 എന്നുള്ള രീതിയിലാണ് കിട്ടുന്നത്. that is the value of a is equal to 1 and b is equal to minus 3 എന്നാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. and it is our option number a is equal to 1 and b is equal to minus 3 is our option D provided in our question.